അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണൂർ വെച്ചുള്ള മീറ്റപ്പിൽ നിങ്ങളെല്ലാവരും ആ സദസ്സിൽ വെച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കുട്ടികൾ, ഏകദേശം 100-ന്റെ അടുത്ത് പേര് ഇപ്പോൾ 4 ബാച്ചുകളിലായിട്ട് നമുക്ക് കോച്ച് ചെയ്യാൻ കഴിഞ്ഞു, ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അവരൊക്കെ തന്നെ നേരിട്ടൊന്ന് ഒരു മെസ്സേജ് ഇടാനോ വീട്ടിലാരെയും വന്നാൽ അവരെ മുഖത്ത് നോക്കി സംസാരിക്കാനോ ഒന്നും അറിയാണ്ട് എന്ത് പറയണം, എപ്പം പറയണം, നമുക്ക് ഭാഷ അറിയില്ല, ലാംഗ്വേജ് അറിയില്ല, ഗ്രാമർ അറിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നിന്നവരായിരുന്നു. എന്നാൽ അതിനൊക്കെ വിപരീതമായി ഗ്രൂപ്പിൽ കയറിയാൽ അവർ ഓരോരുത്തരും വീഡിയോ കാണിച്ച് തന്നെ, ലേഡീസ് ഓൺലി ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ കാണിച്ചായിരുന്നു ക്ലാസ് എടുക്കാറ്. കാരണം അവിടെ വീഡിയോ കാണിച്ച് ഫേസിൻ്റെ എക്സ്പ്രഷൻസും ക്യാമറ പൊസിഷനും അവരുടെ ഭാവങ്ങളും ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഫേസ് കാണിച്ചെടുക്കും. അതിൽ നേരെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ അവർ എന്നോട് ഡയറക്റ്റ്ലി സംസാരിക്കും, വീഡിയോ ഓണാക്കി തന്നെ സംസാരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതിൽ ചിലർ ഇപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോണത് ആരേനോ പേര് ഞാൻ വിട്ടുപോയി, ഖത്തറിനുള്ള ഷിഹാന ഫ്രം ഖത്തർ. ബിടെക് ബിരുദധാരിണിയാണ്. ബിരുദമൊക്കെ കൊണ്ട് തലക്കാണ്ട് ഉള്ളിൽ വെച്ച് ഖത്തറിൽ പോയി കിടന്ന് ഉറങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചുണർത്തി കൊണ്ടുവന്ന് ഇപ്പോൾ ക്ലാസ് എടുപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒന്ന് ഷിഹാന, മറ്റേതൊന്ന് റസിയ ഹാരിസ്. അത് മലപ്പുറമാണെന്ന് തോന്നുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ റിവ്യൂസ് പറയുക, ഫീഡ്ബാക്ക് കൊടുക്കുക അവർക്ക്. അവരെന്താ പറഞ്ഞത്, നന്നായിട്ടുണ്ടോ എന്നല്ല ഉള്ളത്. നിങ്ങളാണ് വലിയ ജഡ്ജസിലെ, ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് ശീലമുള്ള, എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെയാണ് ഇപ്പോൾ ജഡ്ജായിട്ട് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക, റിയാക്ഷൻ കൊടുക്കുക, റിവ്യൂസ് പറയുക. എന്നിട്ട് അവരൊക്കെ ധൈര്യം വരട്ടെ ഇൻഷാ അല്ലാഹ്. ഷിഹാന, ഞാൻ നിങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്ന് ഫേസ് കാട്ടിയിട്ട് തുടങ്ങിക്കോളൂ. അസ്സലാമു നമ്മളെ പ്രിയപ്പെട്ട ഷിഹാന ഫ്രം ഖത്തർ. എല്ലാവരുടെ അനുഗ്രഹം കൂടി ഞാൻ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഓഫാക്കുന്നുണ്ട് വീഡിയോ? ഓക്കെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരിമാരെ, എൻ്റെ പേര് ഷിഹാന. ഞാൻ ദുബായിലാണ്. മുന്തസ്തക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ. ദുബായിലാണ്, നാട്ടില് കണ്ണൂരാണ്. അൽഹംദുലില്ലാ, ഞാൻ മിഷ്കാത്തിലെ മെമ്പറായിട്ട് ഒരു 6-7 മാസമായി. ഇപ്പൊ നമ്മളെ പ്രിയപ്പെട്ട മെന്റേഴ്സായ ആയിഷ ടീച്ചർ, ഹസീന ടീച്ചർ, മുന്തസ്ത, ഷാക്കിർ ടീച്ചർ, റംല ടീച്ചർ, ഇവരുടെ ക്ലാസ്സിൽ എന്നെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പൊ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ച, അള്ളാഹുവേ, കുറെ വർഷത്തെ പരിശ്രമം കൊണ്ടായിരിക്കും ഇവര് ഇത്ര ഇൽമ നേടിയിട്ടുണ്ടായത്. എനിക്കും ഇങ്ങനെ ഇൽമ നേടണമെങ്കിൽ ഞാനും കുറെ വർഷം പരിശ്രമിക്കണ്ടേ അള്ളാഹ്. എനിക്കും ഇതുപോലെ ഇൽമ നേടാനും അതെന്റെ ജീവിതത്തിൽ പകർത്താനും അത് എന്നിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കാനും എനിക്ക് പറ്റണേ റബ്ബേ. നാളെ നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ മഹത്തായ ഫളൽ കൊണ്ട്, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ, നിന്റെ അർഷിന്റെ തണലിൽ, നിന്റെ ഫേവറേറ്റ് അബുദുകളുടെ കൂട്ടത്തിൽ എനിക്കൊരു സ്ഥാനം വേണം റബ്ബേ. എന്നിട്ട് എനിക്ക് എന്റെ കിതാബ് എടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ റബ്ബേ, ഞാനും അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്, ഭയങ്കര ആഗ്രഹം. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാ. നിങ്ങൾ ഓരോരുത്തരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് എ പവർ ഓഫ് ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ദുആക്ക് ഉത്തരം നൽകിയത് മുന്തസ്തോടെ ഈ കോഴ്സിലൂടെ. കാരണം ക്ലാസ്സുകൾ ഞാൻ കേൾക്കുമെങ്കിലും ഞാൻ ഒരിക്കലും, എനിക്ക് അവർ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവില്ല ക്ലാസ് കഴിഞ്ഞിട്ട്, എനിക്ക് പലതും പലപ്പോഴും പറയാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇല്ലേ, ഒരു കോൺഫിഡൻസ് ഇല്ല കൊണ്ട് ഞാൻ പറയൂല, ഞാൻ എങ്ങാണ്ടിക്കും. ഒന്നുകിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ച് സംസാരിക്കും. പക്ഷെ ഈ ക്ലാസ് ജോയിൻ ചെയ്തതിനു ശേഷം ഇല്ലേ, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൈക്കോണത് സംസാരിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഭയങ്കര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ശബ്ദം ഇടറും, ചിലപ്പം വാക്കുകൾ ഫുൾ കിട്ടൂല. പക്ഷെ എന്നാലും മുന്തസ്ത് നമുക്ക് തന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തസ്താക്ക് അതിന്റെ പ്രതിഫലം നൽകട്ടെ. ഈ ഒരു കോഴ്സ് നല്ലൊരു വിജയത്തിൽ ആവട്ടെ. കുറെ ദായിമാർ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാനും മുന്തസ്താക്ക് പറ്റട്ടെ.
ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഓൾറെഡി മിഷ്കാത്തിലെ മെമ്പേഴ്സ് ആയിരിക്കും, യാസിൻ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ നൂറ് സദറിന്റെ മെമ്പേഴ്സ് ആയിരിക്കും. എല്ലാവർക്കും ഇൽമ് നല്ലോണം അവർക്ക് നേടുന്നവരായിരിക്കും. പക്ഷെ എത്ര ആൾക്കാർ അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? കാരണം അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും. അതിന് കുറെ ഇങ്ങനത്തെ മെന്റേഴ്സ് മാറിയില്ലേ, നമ്മളിപ്പോ മൂക്കില രാജ്യത്തെ മുറിമൂക്ക രാജാവാണോ? പക്ഷെ ഇതിപ്പോ സൂറ ബക്കറയില് 159 ഇതെല്ലാം ഈ പിന്നെ നൂറ് സദറിയിലെ ആൾക്കാരെല്ലാം തദബുറും ചെയ്ത് റൂട്ട് വേർഡ്സ് എല്ലാം പഠിച്ച് അങ്ങ് എത്തിയ ആൾക്കാരായിരിക്കും. പക്ഷെ സ്റ്റിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക ലഅനഹുമുല്ലാഹു വയലഅനഹുമുൽ ലാഇനൂൻ. നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും മാർഗനിർദ്ദേശങ്ങളും വേദപുസ്തകങ്ങളിലൂടെ വിശദീകരിച്ചിരിക്കുന്നു. എന്നിട്ടും അവയെ മറച്ചു വെക്കുന്നവരെ ഉറപ്പായും അള്ളാഹു ശപിക്കുന്നു, ശപിക്കുന്നവരെയൊക്കെയും അവരെ ശപിക്കുന്നു. അതായത് നമുക്ക് കിട്ടിയ ഇൽമ് നമ്മൾ നിർബന്ധമായിട്ടും അത് എത്ര ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി നമ്മൾ പകർന്നു കൊടുത്തിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരാൾക്കും അവർക്ക് കഴിയുന്ന രീതിയിൽ അതിന് ശ്രമിക്കാം. അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലെ? കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറ ഗാഫിറില് 60-ാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നെ വഴിപ്പെടാതെ അഹന്ത നടിക്കുന്നവർ ഏറെ നിന്നര നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു തന്നെ നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? പിന്നെ നമുക്ക് എന്തിനാ മടി? എന്താണ് ദുആ? ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അള്ളാഹ്. അള്ളാഹായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ദുആ, അല്ലെ? നമുക്ക് എന്തും അള്ളാഹോട് പറയാം, ഏത് രീതിയിലും അള്ളാഹോട് സംസാരിക്കല്ലേ? അത് നടന്നിട്ടായാലും ഇരുന്നിട്ടായാലും കിടന്നിട്ടായാലും. എന്റെ ഒരു കേസ് പറയാല്, എനിക്ക് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, പക്ഷെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനൊന്നുമില്ല. ഞാൻ അങ്ങനെ ബോധേർഡ് ആയിരുന്നില്ല. പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിചാരിക്കും എനിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളെല്ലാം എല്ലാം സംസാരിക്കാൻ. ഇപ്പൊ നമുക്ക് ഹസ്ബൻഡിന്റെ അടുത്തും പാരന്റ്സിന്റെ അടുത്തും എല്ലാം ഇങ്ങനെ പറയാനൊന്നും കഴിയില്ലല്ലോ. അവർക്ക് അതിന് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല നമ്മളെ പൊട്ടത്തരം കേൾക്കാനും. അള്ളാഹ് ഇസ് ദ ബെസ്റ്റ് പ്ലാനർ എന്ന് പറയുന്ന പോലെ നമ്മളെ ഈ മിഷ്കാത്തിലെ മെന്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ അള്ളാഹായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്തും സംസാരിക്കും, എല്ലാം. ഈവൻ ലൈക്ക് ഞാൻ പറയും, അള്ളാഹ് എനിക്ക് നാളെ രാവിലെ എനിക്ക് അടിച്ചു വരാനുണ്ട്, വൃത്തിയാക്കേണ്ട, മക്കൾക്ക് ടിഫിൻ കൊടുക്കാണ്ട്, എന്താ കൊടുക്കേണ്ടത് എനിക്ക് ഐഡിയയിൽ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണേ. ആ ഒരു അപ്ലിക്കേഷൻ അവിടെ ഇട്ട് കഴിഞ്ഞാലേ ഒരു സമാധാനം, എല്ലാം ഒന്നും ഒരു വർക്ക് ആവുന്നില്ല, ഒരു സമാധാനം. അത് ട്രൈ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അള്ളാഹ് ഹയ്യൻ ജനറസ്, ഷയ്യൻ ജനറസ് ആണ്. അതായത് നമ്മൾ കയ്യുയർത്തിട്ട് അള്ളാഹ് പ്രാർത്ഥിച്ചതല്ലേ, അള്ളാഹ്ക്ക് ഒന്നും തരാണ്ട് നമ്മൾ കൈന് മടക്കാൻ ഭയങ്കര നാണം. എന്തെങ്കിലും ആയിട്ട് നമുക്ക് തരും എന്ന് വെച്ചിട്ട് ദുആർന്നതെല്ലാം തരും എന്നാണോ? അല്ല. കാരണം ഇപ്പൊ നമ്മളെ മക്കൾ ഇപ്പൊ നമ്മളോട് ഒരു പഴം ഒരു ആപ്പിളാ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് അവർക്ക് കൊടുക്കുമല്ലേ? നേരെ മറിച്ച് ഒരു ലഞ്ച് ടൈം നമ്മൾ ചോറെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മക്കൾ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോക്ലേറ്റ് എടുത്തോട്ടോ, നമ്മൾ എന്ത് ചെയ്യല്? ചോക്ലേറ്റ് കൊടുക്കുമല്ലേ? ചിലപ്പോൾ 2 കാലം കൊടുക്കും, അല്ലേ? എന്താ നമുക്കറിയാം ആ സമയത്ത് അവർക്ക് ചോക്ലേറ്റിനെക്കാട്ടും നല്ലതെന്താ? ചോറാ. നമ്മ അവർക്ക് ചോറ് കൊടുക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ ചിലപ്പോൾ നമ്മൾ ചോദിച്ച അന്നേരം തന്നെ തരുമായിരിക്കും. അല്ലെങ്കിലോ നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ നല്ല സാധനം തരുമായിരിക്കും. അല്ലെങ്കിലോ നാളെ മീസാനിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ വെയിറ്റ് തൂക്കുന്ന ഒരു പ്രതിഫലം അവിടെ ഉണ്ടാവും. കാരണം നാളെ നമ്മൾ മനുഷ്യരെത്തിട്ട് നമ്മൾ ആ പ്രതിഫലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പോലും നമ്മൾ ഒരു ദുആ ഉത്തരക്ക് കിട്ടിയില്ലെങ്കിലോ അത്രമാത്രം വെയിറ്റ് ഉള്ള പ്രതിഫലം അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ദുആ ഇതാണ്. എനിക്കിത് പറയുമ്പോൾ മുന്തസ്ത എൻ്റെ അടുക്ക ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ അള്ളാഹു എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ്ട് പ്രശ്നത്തോട് പറഞ്ഞു, പ്രശ്നമേ എനിക്ക് എൻ്റെ അള്ളാഹ് ഉണ്ട്. എന്ത് പ്രശ്നം വരുമ്പോൾ ഐ ഡോണ്ട് കെയർ, ഐ ഹാവ് മൈ അള്ളാഹ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് അള്ളാഹിൽ ഉണ്ടായിരിക്കും. ആ ഒരു യക്കീൻ ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചോദിക്കുമില്ലേ ആ ഒരു യക്കീനോട് കൂടി ചോദിക്കണം. അല്ലാണ്ട് നമ്മിപ്പോ ഒരു ആനക്കാരൻ ആനയും കൊണ്ട് പോകുമ്പോൾ പണ്ട് പറയുന്നുണ്ട് നമുക്ക് ആ ആനനെ ചോദിച്ചു നോക്കാം, കിട്ടിയാലും ഒരു ആന പോയാലും ഒരു വാക്ക്, ആ രീതിയിലാകാൻ പാടില്ല. കാരണം നമുക്കത് കിട്ടണം എന്നില്ല ഒരു അതിയായ ആഗ്രഹം കൊണ്ട് ചോദിക്കണം. ഒരു കഥ പറഞ്ഞു വെച്ചാല്, ഒരു അന്ധനായ ഒരു വൃദ്ധൻ, അയാൾക്ക് കണ്ണ് കാണുന്നില്ല. അപ്പൊ അയാളിങ്ങനെ അള്ളാഹ് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അള്ളാഹു എനിക്ക് കണ്ണിന് കാഴ്ച തരണേ അള്ളാഹ്,
ആളെ എൻ്റെ അടുത്ത് താടി ചോറിയുന്നുണ്ട്, ഡ്രസ്സ് ശരിയാക്കുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട മുഅദ്ദിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് മുഅദ്ദിൻ പറഞ്ഞിട്ടാണ്, നാളെ സുബഹിക്ക് വരുമ്പോ നിങ്ങളെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ നിങ്ങളെ തലനാ വെട്ടും. അപ്പൊ അയാളെ അവസ്ഥ എന്തായിരിക്കും? അയാള് വീട്ടിൽ പോയിട്ട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്, കാരണം അയാള് ജീവൻ പോകുന്ന ഒരു കേസാ. അത്രമാത്രം കരഞ്ഞ അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് അയാൾക്ക് നാളെ പിറ്റേന്ന് സുബഹിക്ക് പോകുമ്പോ കാഴ്ച വന്നു. ആ ഒരു യക്കീനോട് കൂടി നമ്മ അള്ളാഹുവിനോട് ദ്വാരക്കണം. എന്തോ ഒരു കംഫർട്ടാണല്ലേ. നമ്മുടെ മനസ്സിൽ ചില സമയത്ത് ഭയങ്കര വിഷമമുണ്ടായിരിക്കും, നമുക്ക് അറിയില്ലായിരിക്കും ആ വിഷമം എന്താ. ചില സമയത്ത് എന്റെ കേസിൽ ഞാൻ ഹസ്ബൻഡോട് എന്റെ മനസ്സിലേക്ക് ഭയങ്കര സങ്കടം വരുന്നു, എനിക്ക് കരച്ചിലും വരുന്നു. അപ്പൊ ഓരോർക്കും എന്താ പ്രശ്നം, എനിക്ക് എന്താ പ്രശ്നം എന്ന് പറയാനല്ല. അപ്പൊ ഓരോരോ പ്രശ്നം അറിയാണ്ട് ഇപ്പൊ ഞാനിങ്ങനെ സൊല്യൂഷൻ തരാം. പക്ഷെ നമുക്ക് അള്ളാന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞിരുന്നാൽ പറയണ്ട, ജസ്റ്റ് അള്ളാന്റെ അടുത്ത് പോയിട്ട് നമുക്ക് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ലൈറ്റ്നെസ് ഇല്ലേ, നമ്മൾ ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്ന സുബ്ഹാനല്ലാഹ്, ആ ഒരു കംഫർട്ട് അത് അള്ളാഹ്ക്കേ തരാൻ പറ്റും. പിന്നെ ദുആ ക്യാൻ ചേഞ്ച് ഖദർ അല്ലെ, ദുആക്ക് ഖദറിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി അള്ളാഹ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓക്കെ ഇന്നാക്ക് ഇങ്ങനെ സംഭവിക്കും, ഓക്കെ. പക്ഷെ അതിനോട് കൂടെ തന്നെ അള്ളാഹ് എഴുതിയിട്ടുണ്ടാവും, ഓക്കെ പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ ഈ ഖദർ മാറ്റി കൊടുക്കാം. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്റെ ലൈഫിൽ 2 ആഴ്ച മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നമ്മള് പെരുന്നാക്ക് ഒരു നാട്ടിലേക്ക് വേറൊരു നാട്ടിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്. ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ 3 മക്കളും. ഭാഷ അറിയാത്തൊരു നാടാ, അവിടുത്തെ ഫുഡാണെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന അവരുടെ സിസ്റ്റം ഡിഫറെന്റ്. അപ്പൊ ഈ ടിക്കറ്റ് ബുക്ക് ഒരു 3-4 മാസം മുമ്പേ ബുക്ക് ചെയ്തപ്പോ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ നമ്മളെ യാത്ര നല്ല എളുപ്പത്തിലാക്കി തരുന്ന, ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട്. കാരണം എന്റെ 2ാമത്തെ മോള് 7 വയസ്സ്, ഭയങ്കര പിക്കീട്രാ, ഭയങ്കര സിഫത്താ. വീട്ടിൽ നിന്നാക്കി ഫുഡ് തന്നെ സെലക്റ്റഡ് ആയിട്ട് കഴിക്കൂ, പുറത്തു പോയാൽ പിന്നെ പറയണ്ട. അപ്പൊ ഇതിനെയും കൊണ്ടാ പോകുന്നല്ല, നമുക്ക് നീ എല്ലാം എളുപ്പത്തിലാക്കി തരണേ. പക്ഷെ അള്ളാഹു ആദ്യം ഒരു ഖദർ വെച്ചിട്ടുണ്ട്. അവിടെ പോയാൽ ആയിഷക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അവിടെ പോയി ഫസ്റ്റ് ഡേ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത്, സെക്കൻഡ് ഡേ നമുക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഗ്യാസ്ട്രിക് ആയി, ബൈല് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, ഫുൾ വേസ്റ്റ് സിറ്റുവേഷൻ ആയി, ഫുൾ വൊമിറ്റിങ്, ഒന്നും വയറ്റിലില്ലെങ്കിലും ഛർദ്ദിച്ചു കൊടുക്കുക. പക്ഷെ ആ പ്രാർത്ഥനന്റെ ഉത്തരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തന്നെ എനിക്കൊരു സൊല്യൂഷൻ അവിടെ തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഉണ്ടായ ഒരു ഗൈഡ് കുട്ടി കോഴിക്കോടായിരുത്തിയ, അവിടുത്തെ 5 വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനെ അള്ളാഹ് നമുക്ക് ഗൈഡായിട്ട് അവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം ഇവര് ടീച്ചർ ആരാ, അവിടുത്തെ ഡോക്ടേഴ്സാ. അവിടെ ഹോസ്പിറ്റലിൽ അവൾക്ക് ഏത് സമയത്തും കയറി പോവാം. ഇപ്പൊ ഡോക്ടേഴ്സിനെ വിളിക്കുന്നു, മരുന്ന് തരുന്നു, ഗ്ലൂക്കോസ് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മോള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, ഛർദിന്റെ മരുന്നെല്ലാം കൊടുത്ത് ഛർദി എങ്ങനെയോ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിറ്റേന്ന് രാവിലെ അള്ളാഹ് പ്രാർത്ഥിച്ചിട്ട്, അള്ളാഹു അൽഹംദുലില്ലാഹ്, നീ എനിക്ക് തന്നല്ല അനുഗ്രഹങ്ങൾക്കല്ല അൽഹംദുലില്ലാഹ്, ഇങ്ങനെ നമുക്ക് ഗൈഡായിട്ട് ഇവളെ തന്നെ. അതിന്റെ കാരണം ഭാഷ അറിയാത്ത നാട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോവാ. കാരണം ഈ കുട്ടിക്ക് മലയാളി ആണെങ്കിലും കോഴിക്കോട് ആണെങ്കിലും ആ നാട്ടിലെ ഭാഷ അറിയാം. അപ്പൊ ഞാൻ അള്ളാഹിനെ പ്രാർത്ഥിച്ച അള്ളാഹ്, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അള്ളാഹ് അഹമ്മദ് പറയാ, പിന്നെ സലാത്ത് പറയാ, പിന്നെ റബ്ബനാത്തിന്, പിന്നെ നമ്മള് ദുആ. ഞാൻ പറഞ്ഞ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ആയിട്ട് ഫുഡ് ഒന്ന് കിട്ടണേ റബ്ബേ, അള്ളാഹ് നീ ഒന്ന് സഹായിക്കണേ. ഞാൻ അള്ളാഹിനെ ദുആ ചെയ്ത് ദുആ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ എനിക്ക് മുഫ്തി മാഗിന്റെ ഒരു പോസ്റ്റ്, മുഫ്തി മാഗിനെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ ഒരു പോസ്റ്റ്, ആ പോസ്റ്റിൽ വരുന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഉത്തരം കിട്ടുന്ന ഒരു ഫോമാറ്റ്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ ഹംദ് പറയാ, സലാത്ത് പറയാ, ഇസ്തിഗ്ഫാർ ചെയ്യാ, എന്നിട്ട് ദുആർക്ക. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് സുബ്ഹാനഹു വ തആല എന്നോട് പറയുന്ന ഷിഹാന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം, പക്ഷെ നീ ഈ ഫോമാറ്റിൽ എന്നോട് ചോദിക്കും. എത്ര കാരുണ്യവാനാണ്. ഞാൻ വന്നിട്ട് തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആയിരുന്നു, ഇതുവരെ ഈ ഫോമാറ്റില്. എന്റെ മോക്ക് പറ്റിയ എന്തെങ്കിലും ഫുഡ് കിട്ടണേ റബ്ബേ. ഇന്ന് രാവിലെ എണീച്ച് കോഫി ഒന്നും കുടിക്കാത്ത എന്റെ മോള് കുറച്ച് കോഫി കുടിച്ചു, അൽഹംദുലില്ലാഹ്. അപ്പൊ ആ ഗൈഡ് കുട്ടി പറഞ്ഞ നമുക്ക് ഉച്ചക്ക് ലഞ്ച് ബിരിയാണി കഴിക്കാം, ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്, ആ റെസ്റ്റോറന്റിൽ പോവാം. കാരണം നമ്മൾ തലേന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പോയി നോക്കുമ്പോ അവര് പറഞ്ഞു ഇവിടെ ഫുള്ളാണ്, ഇപ്പൊ ഫുഡൊന്നും കിട്ടൂല, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, കാരണം എനിക്ക് എന്റെ ഈ ദുആയിൽ യഖീനുണ്ട്, അൽഹംദുലില്ലാഹ് ഖൈറനായിരിക്കും, നമുക്ക് മറ്റേ റെസ്റ്റോറന്റിൽ തന്നെ പോവാം. നമ്മൾ പോയി തലേന്ന് പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമ്മൾ അന്ന് ഓർഡർ ചെയ്തു, ഒരു ബിരിയാണി. എന്റെ മോള് ബിരിയാണിക്ക് ഉള്ളിയെന്ന് പറഞ്ഞിട്ട് തിന്നാത്ത മോളാണ്. ഒരു ചിക്കൻ ടിക്ക ബിരിയാണി, അതിൽ ഉള്ളിയൊന്നുമില്ല, ചിക്കൻ ഫ്രൈ ചോറ്. സുബ്ഹാനല്ലാഹ്. എന്റെ മോള് ഭക്ഷണം കഴിച്ചു, എന്റെ മോള് ചിരിച്ച്, എന്റെ മോള് സംസാരിച്ച്, എന്റെ മോള്, കാരണം തലേന്ന് ഒരു ദിവസം എന്റെ മോള് മിണ്ടിയിട്ടില്ല.
എന്റെ മോള് ചിരിയും സംസാരം കണ്ടിട്ട് ആ ടൂർ ഗൈഡ് കുട്ടി വരെ അൽഹംദുലില്ലാ പറഞ്ഞു. ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കണ്ടേ? നമ്മൾ ഇത്ര സുജൂസ് ചെയ്യണം. ഇങ്ങനെ ഓരോരാളെ ലൈഫിലും നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ അനുഗ്രഹങ്ങൾ. ഇത് ജസ്റ്റ് ഒരു അനുഗ്രഹം മാത്രം. കാരണം നമ്മളില്ലേ നന്ദിയില്ലാത്തവരാ. കാരണം നമുക്ക് 99 അനുഗ്രഹങ്ങൾ വൈറ്റ് ഡോട്ട് ആയിരിക്കും, ഒരു പരീക്ഷണായിരിക്കും ബ്ലാക്ക് ഡോട്ടിൽ വരാം. പക്ഷെ നമ്മൾ ആ ബ്ലാക്ക് ഡോട്ട് മാത്രമേ നോക്കൂ, ഈ അനുഗ്രഹങ്ങളൊന്നും നോക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹ എപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കൂലേ, എന്തിനാ നബി എല്ലാ പാപങ്ങളും പൊറത്തിട്ടില്ല, നബിക്ക് എപ്പോ സ്വർഗത്തിൽ സ്ഥാനം, എന്നിട്ട് എന്തിനാ എപ്പോഴും? കാരണം നബി ആയതുകൊണ്ട് അങ്ങനെ നന്ദി പ്രകടിപ്പിക്കുന്നത്. നമ്മൾ നന്ദിയില്ലാത്തവരെ കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. ഓരോ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പറയാൻ പറ്റും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. പക്ഷെ നമ്മൾ അതൊന്നും കാണൂല. നമ്മളെപ്പം പ്രശ്നം പ്രശ്നം പ്രശ്നം. അത് നമ്മളെ മിസ്റ്റേക്കാ. അപ്പോ പരീക്ഷിക്കുമല്ല, കാരണം പരീക്ഷിക്കുമെന്ന് അള്ള പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളല്ലേ. എന്തിനാ അള്ള പരീക്ഷിക്കുന്നത്? ഞാൻ വിചാരിക്കും, നമ്മൾ പൊതുവെ പറയൂലേ അള്ള പരീക്ഷിക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരെ. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമുള്ള ആൾക്കാരാണ് അതിനെ പരീക്ഷിക്കുന്നത്. പരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നല്ലേ. അപ്പൊ നമ്മളിപ്പോ നമ്മളെ മക്കള് തെറ്റ് അല്ലെ നമ്മൾ അടിക്കുന്ന ഇഷ്ടമില്ലായിട്ടാ. കാരണം അവര് അവർ നല്ലതിലേക്ക് വരാൻ വേണ്ടിയൊക്കെ നമ്മളവിടെ അടിക്കുന്നല്ല അവരാ. അതുപോലെ അള്ളാഹുവിന്റെ ഫേവറേറ്റ് അടിമക്ക് അള്ളാഹ് ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും സ്വർഗത്തിൽ. ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിക്കുള്ള അമല് അവര് പ്രവർത്തിക്കുന്നുണ്ടാവില്ല, അതിലധികം കുറവുണ്ടാവും. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു തെറ്റോര് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹ് തിരിച്ചു വിളിക്കുന്ന അടിമന, നിന്റെ റാങ്കിലേക്ക് നീ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അള്ളാഹ് ഒരു പരീക്ഷണം അയാൾക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് സ്കൂളിലെല്ലാം എപ്പം ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞ ടീച്ചറെ കുട്ടീനെ അടിക്കുമല്ലേ, എന്നിട്ടാണ് ഫുൾ മാർക്ക് കുറവ്. അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലായിട്ടല്ല, ആ അബദിനായിട്ട് കോൺവെർസേഷൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു പോയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹിനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അള്ളാഹ് അയാൾക്ക് പരീക്ഷണം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നല്ലോണം ഇസ്തിഗ്ഫാർ ചെയ്യാം, നല്ലോണം അള്ളാഹിന്റെ പേര് ദിക്റുകൾ വർദ്ധിപ്പിക്കാം. കാരണം അള്ളാഹ് കാരുണ്യവാനാണ്. ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അള്ളാഹ് അയാളെ പരീക്ഷിക്കൂലെന്ന്. അപ്പൊ അള്ളാഹിനോട് ആ പരീക്ഷണം എളുപ്പാക്കി തരാന് അള്ളാഹിനോട് ചോദിക്കാം. പക്ഷെ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈറായ രീതിയിൽ തരണേന്ന് ചോദിക്കണം. നമ്മൾ എന്ത് ദ്വാരിക്കുമ്പോഴും അള്ളാഹുവെ അത് ഹൈറായ രീതിയിൽ എനിക്ക് നീ തരണേ, ആ ഒരു വാക്കിൽ കൂടെ ചോദിക്കണം. അള്ളാഹിനെ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. എന്തിനാ എനിക്ക് ഇങ്ങനെ പ്രശ്നം, ഞാൻ നിസ്കരിക്കുന്നില്ലേ, ഞാൻ അതാക്കുന്നില്ലേ. അള്ളാഹ് പറയാം, അള്ളാഹ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം അൽഹംദുലില്ലാ, ഇത്രയും കാലം ഞാൻ നല്ല സുഖത്തിൽ അടിപൊളിയായിട്ട് ജീവിച്ചു. പക്ഷെ ഈ ഒരു പ്രശ്നം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അള്ളാഹ്. കാരണം അള്ളാഹ് കാരുണ്യവാനാണ്, അള്ളാഹ് കേൾക്കുമല്ലേ. നമ്മൾക്ക് ആ പരീക്ഷണം നമ്മൾ തരണം ചെയ്യാനുള്ള ഒരു ശക്തി അള്ളാഹ് നമുക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിന് അവനെ ആരാധിക്കാനല്ലേ. അപ്പൊ നമുക്കില്ല പൊതുവേ ഉള്ള ഒരു ഇതാന്ന് വെച്ചാൽ, നമ്മ സന്തോഷം വരുമ്പോ ചിലപ്പോ അൽഹംദുലില്ലാ പറയുമായിരിക്കും അല്ലെ. പക്ഷെ സങ്കടം വരുമ്പോ നമ്മൾ കൂടുതൽ അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറയാം. ഒരു തമാശ രൂപയിൽ എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാല്, ഈ നമ്മൾ സങ്കടം മാത്രം പറയുമില്ലേ, മലക്കൾ വരിക ഇതേതാന്ന് കരയുന്ന ഒരു ശബ്ദം ഇതുവരെ കേട്ട് പരിചയമില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ സന്തോഷം വരുമ്പോ അള്ളാഹിനടുത്ത് പോയിട്ട് സംസാരിച്ചല്ലേ, അവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇത് സന്തോഷം വരുമ്പോ ഹംദ് പറയുന്ന ആളല്ലേ, ഇവർക്ക് എന്താണെന്നൊരു സങ്കടം. അതുപോലെ നമുക്ക് ഒരാൾക്ക് ഒരു തീരെ വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റാണ് ദുആ. പ്രൈസ്ലെസ് ഗിഫ്റ്റ്. പ്രൈസ്ലെസ്സിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് വിലയില്ലാത്തതും ഒന്ന് വില മതിക്കാനാവാത്തതും. ഇത് രണ്ടും ഇവിടെ അപ്ലിക്കബിൾ ആണ്. കാരണം ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനമല്ല അല്ലേ. പക്ഷെ നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ദുആയിൽ ഉൾപ്പെടുത്താം. നമ്മിപ്പോ ഒരാളെ ദുആയിൽ ഉൾപ്പെടുത്തുമ്പോൾ അള്ളാഹ് എന്താ ചെയ്യുന്ന അറിയോ? അള്ളാഹ് ഫസ്റ്റ് പറയും അയാളെ പ്രശ്നം അത് സോൾവ് ആക്കിയിട്ട് മറ്റേ പ്രശ്നം സോൾവ് ആക്കി. അപ്പൊ നമ്മളെല്ലാരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ഇപ്പോ ലോകത്ത് ഓരോ മുക്കിലും മൂലയിലും മുസ്ലിം എന്ന പേരായിക്കൊണ്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ, ചെറുതായാലും വലുതായാലും കുഞ്ഞുങ്ങളായാലും പ്രായമുള്ള ആൾക്കാരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും പീഡനങ്ങളും അക്രമങ്ങളുമായിട്ട് എല്ലാരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്താം.
ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഇൽമ് അതിൽ അമലാക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ദുആ ചെയ്യാം അള്ളാഹുവിനോട്. ദുആ ചെയ്യുമ്പം നമ്മ എപ്പോ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. എനിക്ക് നീ അയക്കുന്ന ഏതൊരു നന്മയ്ക്കും ഏറെ ആവശ്യമുള്ളവനാണ് ഞാൻ. കാരണം ചിലപ്പോ സമയത്തില്ലേ നമുക്ക് ഈ ദുആ ചെയ്യുമ്പില്ലേ നമുക്ക് അറിയണ്ടാവില്ല നമുക്ക് എന്താ നല്ലതെന്നല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രമായിരിക്കും ചോദിക്കുക. പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് തന്നെ അറിയണ്ടാവില്ല. അത് അള്ളാഹുവോട് ചോദിക്കണം, അല്ലാഹ് എനിക്കറിയില്ല എനിക്കെന്താ വേണ്ടത്, പക്ഷെ എനിക്ക് നീ തരാൻ ഉദ്ദേശിക്കുന്ന എന്ത് ചെറിയ അനുഗ്രഹമായാലും എന്റെ പ്രവൃത്തി കൊണ്ട് അത് ഇല്ലാണ്ടാക്കല്ലേ റബ്ബേ. പിന്നെ നമുക്കൊരു കാര്യം ദുആ ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നലും അള്ളാഹ് തരുന്നതാ. കാരണം ഒന്നെങ്കിൽ അള്ളാഹ് നമുക്ക് അത് ഡയറക്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെന്തിനോ വേണ്ടിക്ക് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സില് എല്ലാവരും ദുആ അള്ളാഹ് സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ ഫളല കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാനും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു സ്ഥാനം എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. رب اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا والحمد لله رب العالمين. السلام عليكم ورحمة الله. അൽഹംദുലില്ലാ. റഷീദ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കേ. റെക്കോർഡ് നിർത്തിയിട്ടില്ല. റെക്കോർഡ്